അല്ലെങ്കിൽ വേണ്ട, ഒരാഴ്ചയും കൂടി ഉപയോഗിച്ച് കളയാം. പേസ്റ്റിനൊക്കെ 10 റുപ്യാന്നേ. പിന്നെ കാശില്ല എന്ന് പറയുമ്പോൾ പല്ല് പോയ കോയക്കാൻ്റെ മൂഞ്ചി ഞാൻ കണ്ടല്ലോ. കൈലാസത്തിൽ ആ ഇതിനകത്തിരുന്ന പഞ്ചസാരൊക്കെ എവിടെയോ? എടാ ഇന്നലെ ഭയങ്കര തണുപ്പല്ലേ, 2 മണിയാകുമ്പോൾ ഞാൻ ഒരു ചായ ഇട്ട് കുടിച്ചാ. തനിക്കൊരു കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ ഇതില് മൊത്തം പഞ്ചസാര എന്ത് ചെയ്യുന്നു? എടോ തണുപ്പിന് കുറച്ച് മധുരം നല്ലാന്നേ. ഓ മര്യാദയ്ക്ക് വൈകുന്നേരത്ത് വരുമ്പോ പഞ്ചസാര വാങ്ങിച്ചു വന്നോണം. ഓ ഇവിടെയൊക്കെ ഇങ്ങനെ തുപ്പി നശിപ്പിക്കാതല്ലോ, വൃത്തികേടാക്കാതെ. ഓ പിന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടല്ലേ കിടക്കുന്നേ. ഇയാളൊരു വക വൃത്തിയായിട്ടല്ല കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ പറഞ്ഞത് വീണ്ടും വീണ്ടും വൃത്തികേടാക്കല്ലേന്ന്. ഇയാളെ കൊണ്ട് എടോ താനിങ്ങനെ ചിരിച്ചോണ്ടിരുന്നു. ആ ഹൗസ് ഓണർ ഇത് എത്താമത്തെ പ്രാവശ്യം വിളിക്കണമെന്നറിയാവോ? ഇന്നലെ വിളിച്ചിട്ട് മുട്ടം തെറിയായിരുന്നു. വാടക കൊടുത്തിട്ടേ കൊല്ലം ഒന്നായി. എടാ ഒരു കൊല്ലൊന്നും പറയാതെ 12 മാസം എന്ന് പറയാം. നീ പറഞ്ഞു വെറുതെ ഉണ്ടാക്കരുത് കേട്ടോ. ആ സ്ഥലക്കച്ചവടത്തിന്റെ കസ്റ്റമർ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. ഇതിപ്പോ എത്ര നേരമായി? അവര് വരൂടാ, നീ ടെൻഷൻ അടിക്കാതെ വന്നേ. നമുക്ക് ആ കോയക്കാൻ്റെ കടയിൽ പോയിട്ടേ ഒരു പൊടിക്കട്ടനൊക്കെ അടിച്ച് അവിടെ വെയിറ്റ് ചെയ്യാം. ആ കോയക്കാന്റെ കടയിൽ അവിടുന്ന് ഈ പൊടിക്കട്ടനും പഞ്ചസാരയും മേടിച്ചതിന്റെ പറ്റെത്രയെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതൊക്കെ നമുക്ക് അടുത്ത കച്ചവടത്തിന് കൊടുക്കാന്നേ. ആ അടുത്ത കച്ചവടം ഓരെണ്ണെങ്കിലും നടന്നാ മതിയായിരുന്നു. എടാ ആ കസ്റ്റമർ വിളിക്കുന്നുണ്ട്. ഹലോ ആ സാറേ, ഷിനു ജേക്കബാണ്. 80 ഏക്കർ സ്ഥലം, 80 കോടി രൂപ. കണ്ണായ സ്ഥലമാണ്, ഒന്നും നോക്കണ്ട. ഹലോ 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 എന്തായി എന്താവാനാ എന്നത്തെയും പോലെ ഇവരും വിശ്വസിച്ചില്ല. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, വില 5 സെന്റിന്റെ 10 സെന്റിന്റെ പരിപാടി നോക്കുകയാണെങ്കിൽ കഞ്ഞിയെങ്കിലും കുടിച്ച് ജീവിക്കാൻ പാടില്ലേ? അതല്ലടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ പ്രോപ്പർട്ടി നല്ലൊരു കസ്റ്റമറെ കൊണ്ട് കാണിക്കുന്നു, ടോക്കൺ കാർഡ്സ് പഠിപ്പിക്കുന്നു, രജിസ്ട്രേഷൻ നടത്തുന്നു, നമ്മളെ 3% കമ്മീഷൻ നമ്മൾ വാങ്ങിക്കുന്നു, ഒറ്റ ഡീല് നമ്മൾ സെറ്റിൽഡ്. ഇതുപോലെ ഒറ്റ ഡീലല്ലേ തന്റെ പെണ്ണുമ്പിള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയത്? ആ പെണ്ണുപിള്ള മാത്രല്ലല്ലോ, കൊച്ചിനെ അവർ കൊണ്ടുപോയില്ലേ ഒറ്റ ഡീല്. അതാണ് തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ. ഞാൻ ആ നസീറിന്റെ തോട്ടത്തിൽ ഒരു 4 വാഴക്കൊല കച്ചവടാക്കി വെച്ചു. ജംഗ്ഷനിൽ കൊടുത്താൽ 8 രൂപ വെച്ച് അധികം കിട്ടും. നമുക്ക് പൊടിക്കട്ടനടിക്കാനുള്ള വകുപ്പായില്ലേ. 80 കോടിയുടെ കച്ചവടം നടത്തിയിട്ട് കമ്മീഷൻ അടിക്കായിരുന്ന നമ്മളാണിപ്പോ. പഴയ ബാർബർ ഷോപ്പ് തന്നെ മതിയായിരുന്നു. ഇയാളാ പയ്യനായിട്ട് അവിടെ എന്താ പരിപാടി? ഇനി ഇവനും കാശ് കൊടുക്കാണ്ടാവും. ഈശ്വര, എല്ലാം പറഞ്ഞ പോലെ നീ വിട്ടോ. എടാ കൈലാസം, നാളെ തന്നെ ഐസ്ക്രീം മേടിച്ചിട്ട് അല്ലെങ്കിൽ മൂക്കടിച്ച് പൊട്ടിക്കണ. കിട്ടി പോയി.
ആ ചെക്കൻ എന്തൊരു വെടിഞ്ഞേക്ക. ആ ചെക്കനോട് ഞാൻ ഒന്ന് പച്ച കോലുമുട്ടായി വാങ്ങാൻ വേണ്ടി, അവൻ ചോന്ന കോലുമുട്ടായി വാങ്ങിട്ടാ വന്നു. ഇതെന്താ സൈക്കിളൊക്കെ ആയിട്ട്? മോൾ ചേച്ചിയുടെ വീട്ടിലൊരു പൊടിക്കട്ടൻ അടിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ചേച്ചി പറഞ്ഞ് വയറ് പറയണമെങ്കിൽ സൈക്കിൾ ചവിട്ടിക്കോളെ. അതിന് ഞാൻ ആ പയ്യന്റെ അടുത്ത് വാങ്ങിക്കൊണ്ടുവന്നാ. 2 ദിവസം കഴിഞ്ഞാൽ കൊടുക്കണം. 2 ദിവസം വയറ് പറയാനായിട്ട്. മോളി ചേച്ചി കട്ടനും അവന്റെ ഒരു കോലുമിഠായി നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട്. ഒരു മോളി ചേച്ചി നമ്മളൊന്ന് ചോദിച്ചപ്പോ പെണ്ണുമ്പിള്ളിക്ക് തരാൻ വയ്യ. ഈ തടിയനെ കൊണ്ട് ഇനി സൈക്കിളൊക്കെ ചവിട്ടിച്ചിട്ട് എന്തിനാണാവോ? ക്രിസ്മസ് ആറായിട്ടേ ഇങ്ങേർക്ക് ഇതിലൊന്നും യാതൊരുവിധ ശ്രദ്ധയില്ല. എന്തോന്ന് മതമൈത്രി ആ പേരിന് മാത്രം. എടോ ഗിരീഷ് കൈലാസത്തിൽ ഇങ്ങ് ഇറങ്ങി വാടോ. നീ ആ ഗിരീഷിനെ ഇങ്ങോട്ട് വിളിച്ചേ? ഇല്ലെങ്കിൽ വിളിക്കടാ. നീ അതിനെന്തിനാ ഇങ്ങനൊക്കെ ചൂടാവണം? ഞാൻ വിളിക്കാലോ. പിള്ളേരുടെ വെറുതെ തല്ലി തന്നന്വേഷിച്ച ചെക്കൻ വന്നിട്ടുണ്ട് സൈക്കിളിന്റെ. ഒരു രക്ഷയില്ല. സൈക്കിൾ ചവിട്ടിക്കുട്ടിയാ നാട്ടിലാണ്. ആ ചീകളി ചെക്കനെ ഞാൻ ഇന്ന് ശരിയാക്കി. എന്താ പറഞ്ഞേ? സൈക്കിൾ എടുക്കാൻ വന്നാണോ? ഇതാ സൈക്കിൾ ഇരിക്കുന്നു, എടുത്തോണ്ട് പോക്കോട്ടോ. ഞാൻ ഇങ്ങ് കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, സമയം കിട്ടിയില്ല. വയറ് കുറച്ചുകൂടി കുറയാനുണ്ട്, അതുകൊണ്ടാ. എവിടെ ഐസ്ക്രീം? അത് ഞാൻ കളിയായി പറഞ്ഞാടാ. പക്ഷെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഐസ്ക്രീം മേടിച്ച് തന്നില്ലെങ്കിലോ? എന്റെ അമ്മേ, എടോ ഗിരീഷേ, താനിങ്ങോട്ട് എഴുന്നേറ്റ്. ഇനി ജനിച്ചു വീഴാനുള്ള പിള്ളേരെ മാത്രമേ ഈ നാട്ടിൽ തല്ലുകൊള്ളാനുള്ളൂ. എന്റെ അടുത്ത് അമ്മാരുടെ കളി ഒരു ഐസ്ക്രീം ടേസ്റ്റായതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. പോട്ടെ.